നമസ്കാരം. ഒരു 40 വയസ്സിന് ശേഷമൊക്കെ തന്നെ മുഖം പണ്ടത്തേതിലും മങ്ങി തുടങ്ങുന്നു, അല്ലെങ്കിൽ സ്കിൻ ടോൺ മാറി മറിയുന്നു, പിഗ്മെൻറ്റേഷൻ വരുന്നു എന്നൊക്കെ പരാതിപ്പെടുന്നവർക്കും, അല്ലെങ്കിൽ ആർത്തവ കാലത്ത് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്നവർ, കാൽമുട്ട് വേദന അസഹ്യമായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൽ ബീജത്തിൻ്റെ മോട്ടിലിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഓവത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സിമ്പിളായിട്ട് നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന ആയുർവേദത്തിൽ പണ്ട് കാലം മുതൽക്കേ ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നാഭിപൂരണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പുക്കിളിൽ ഓയിൽ തടവുന്നതാണ്. ഇതിൽ ഏത് ഓയിൽ തിരഞ്ഞെടുക്കണം, എപ്പോൾ ചെയ്യണം എന്നെല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ രോഗസ്ഥിതിയിലും ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കും. നമുക്കറിയാം, പൊക്കിളെന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു അടയാളം തന്നെയാണല്ലേ. കുഞ്ഞിന് അമ്മയിലൂടെ കിട്ടുന്ന പോഷണങ്ങളെല്ലാം തന്നെ ഈ ഒരു പൊക്കിൾ കൊടിയിലൂടെയാണെന്നറിയാം. സുശ്രുതം പറഞ്ഞിട്ടുണ്ട് ഇത് കോഷ്ടാങ്കാസിൽ 15 കോഷ്ടാങ്കാസത്തിൽ ഒരെണ്ണമാണെന്നുള്ളതും, അതുപോലെ സദ്യോപ്രാണഹര മർമ്മയായിട്ടുള്ള കണക്കാക്കുന്നുണ്ട് ഈ നാഭി എന്നുള്ളത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്തെങ്കിലും അഭിഘാതം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു റീജിയണാണ് ഈ നേവൽ പാർട്ട് അല്ലെങ്കിൽ ബെല്ലി ബട്ടൺ എന്നുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ഈ ഓയിൽ തടവുന്ന സമയത്ത് ഒരുപാടേറെ വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാടേറെ നെർവിൻ്റെ എൻഡിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടാണ് ഈ ഒരു നാഭി എന്നുള്ളത്. അപ്പം അവിടെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. ഒരുപാട് പേരും ചെയ്യാത്തൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമായിരിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാതെ പോയത് കൊണ്ടാവാം ഇതിനെ കാര്യമാക്കാതിരുന്നത്. പക്ഷേ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നാഭി ചക്രേ കായവ്യൂഹ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. നേവൽ ഈസ് ദ ഡോർവേ ഓഫ് ഓൾ ദ സീക്രട്ട് ഓഫ് അവർ ബോഡി എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്, നമ്മുടെ ബോഡിയിലെ എല്ലാ സീക്രട്ടും ഈ ഒരു നാഭിയിൽ തന്നെയാണ്. അപ്പം ഈ നാഭി നല്ല ക്ലീൻ ആക്കി വെക്കുന്നതും അതുവഴി അതിലേക്ക് നമ്മൾ ഓയിൽ മസാജ് കൊടുക്കുന്നതും ഒക്കെ തന്നെ എല്ലാ നെർവ് എൻഡിങ്സിനെയും ആക്ടിവേറ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സ്കിന്നിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്കിന്നിൽ നല്ലൊരു യുവത്വം നിലനിർത്താൻ അല്ലെങ്കിൽ സ്കിൻ ഗ്ലോ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ആൽമണ്ട് ഓയിലാണ് ഒഴിക്കേണ്ടത്. ഇത് ചെയ്യേണ്ട സമയം രാത്രി സമയത്താണ് എപ്പോഴും നല്ലത്. കാരണം ശരീരം റെസ്റ്റ് എടുക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര തുള്ളിയാണ് ഡ്രോപ്പാണ് ഇതിൽ ഒഴിക്കേണ്ടത് എന്നുള്ളത് ഫില്ലാവുന്നത് വരെ മാക്സിമം ഒരു 5-6 ഡ്രോപ്പ് മതിയായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അതിന് ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി വാതപിത്ത ഖബദോഷങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളൊരു വാത പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് സെസൈം ഓയിൽ എള്ളെണ്ണ എടുക്കാം കേട്ടോ. പിത്ത ദോഷമാണെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ചൂട് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഖബപ്രകൃതിയാണ് കൂടുതലെങ്കിൽ മസ്റ്റാർഡ് ഓയിലാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി സ്കിന്നിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോയിങ് ഇഫക്റ്റ് കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, സ്കിന്നിൽ നല്ലൊരു ഗ്ലോയിങ് ഇഫക്റ്റ് ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടുവേദന അസഹ്യമായിട്ടുള്ള സന്ധികളിലൊക്കെ തന്നെ പെയിൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ അല്പം ഒഴിച്ച് ഇതുപോലെ ഒരു മസാജ് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ കുരുക്കളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നീം ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 72,000 നെർവ് എൻഡിങ്സ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ നാഭി അല്ലെങ്കിൽ ബെല്ലി ബട്ടൺ എന്നുള്ളത്. അതുപോലെ നമുക്ക് കഴുകിനൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള ഷോൾഡറൊക്കെ ഉണ്ടാവില്ല, പൊക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ സെർവിക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് മഹാനാരായണ തൈലം പോലെയുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീരബല പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിംഗ ത്രിഗുണ തൈല, ബൃഹത് മാഷ തൈല, ഗന്ധർവഹസ്താദി തൈല എന്നുള്ളവയൊക്കെ തന്നെ നമുക്ക് വേദന
വേദനകളുള്ള സമയത്തോ അല്ലെങ്കിൽ ബാക്ക് പെയിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ഓയിലുകളൊക്കെ തന്നെ തിരഞ്ഞെടുക്കാൻ പറയാറുണ്ട്. അപാന വായുവിനെ പുറന്തള്ളപ്പെടാനാണ് ഈ ഒരു രീതി സഹായിക്കുന്നത് എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ആർത്തവത്തിൽ സമയത്തും ഒക്കെ തന്നെ അമിതമായിട്ട് പെയിനുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ യൂറിൻ സംബന്ധമായിട്ട് മൂത്രം ഒഴിഞ്ഞു പോകാത്ത ബുദ്ധിമുട്ടോ UTI പോലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, ബ്ലോട്ടിങ്, വയറ് വീർത്ത് വരുന്നത്, കോൺസ്റ്റിപ്പേഷൻ, എപ്പോഴും കീഴ്വായു ശല്യമുള്ള ആളുകൾ, ഇതൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ തന്നെ വളരെ നല്ലതാണ് ഇതുപോലുള്ള നാഭീപൂരണ ചെയ്യുന്നത്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനായാലും അല്ലെങ്കിൽ സന്ധികളിലുള്ള പെയിനൊക്കെ തന്നെ മാറ്റാനും, ഇനി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നും ബോഡിയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് സ്കിന്നിനെ നല്ല മോയ്സ്ചർ ചെയ്ത് ആ മോയ്സ്ചർ ലോക്ക് ചെയ്ത് നിലനിർത്താനും ഒക്കെ തന്നെ ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. എനർജീൻ്റെ ഒരു വൈറ്റൽ സെൻറ്റർ ആയതിനാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രവൃത്തി ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതിന് തിരഞ്ഞെടുക്കേണ്ട ഓയിലുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലോ ഡോക്ടറിനെ നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഓയിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്ത്രീകളുടെ ആർത്തവം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിഞ്ചറോ പെപ്പർമിൻറ്റോ ഒക്കെയുള്ള ഓയിലുകളൊന്ന് നേർപ്പിച്ചിട്ട് കോക്കനട്ട് ഓയിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ പുരട്ടുന്നത്, പുക്കിളിന് ചുറ്റും ഒന്ന് പുരട്ടുന്നതും ഒക്കെ തന്നെ ഇതിന് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വഴി കൂടി ആയതിനാൽ പുരുഷന്മാർക്ക് ഇത് ബീജത്തിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു മോട്ടിലിറ്റിക്കും ക്വാളിറ്റിക്കും ഒക്കെ നല്ലതാണ്. ശരീരവേദനയ്ക്കുള്ള നല്ല പരിഹാരമായതുകൊണ്ട് തന്നെ കാൽമുട്ട് വേദന, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിലാകമാനം വേദന, നേർക്കെട്ട് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തന്നെ പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് അധിക ചിലവില്ലാത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ബോഡി എപ്പോഴും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കാം. ഒരു 10, 20, 25 മിനിറ്റ് എങ്കിലും മിനിമം കുറച്ച് സമയം ഇതുപോലെ ബോഡി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. വയറുവേദന, ദഹനക്കേട്, വയറിളക്കം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത് ഇങ്ങനെ വയറ് സംബന്ധമായിട്ട് ദഹന സംബന്ധമായിട്ടൊക്കെ വരുന്ന ഏത് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു പ്രത്യേക ഏരിയയിൽ നമ്മൾ ഓയിൽ പുരട്ടിയാൽ ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എന്നാൽ ആയുർവേദത്തിൽ ഓയിൽ മസാജ് എന്നുള്ളത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, അഭ്യംഗം എന്നുള്ള ആ ഒരു പ്രോസസ്സ് എന്താണ് എന്നുള്ളതും ഒക്കെ തന്നെ വളരെ വിശദമായിട്ട് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മുഴുവൻ ബോഡിക്കും, നമുക്ക് എപ്പോഴും തലയിൽ എണ്ണ തേക്കാനൊക്കെ എല്ലാവരും ഓർക്കാറുണ്ടല്ലേ, അത് മുടി വളരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ ഈ സ്കാൽപ്പിന് നമ്മൾ ഈ എണ്ണ പുരട്ടുന്ന സമയത്ത് മുടി വളർച്ച മാത്രമല്ലല്ലോ, കണ്ണിൻ്റെ കാഴ്ചശക്തിക്കായാലും നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഉറക്കം കിട്ടാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ശരീരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കാലിൽ പാദാഭ്യംഗം ചെയ്യുന്നത് എത്രത്തോളം ഗുണകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബെല്ലി ബട്ടൺ മസാജ് എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഇത് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളിലൊക്കെ തന്നെ ചെറുപ്പത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു പരിഹാര മാർഗമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഒരുപാട് വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് നല്ലൊരു മാർഗം കൂടിയാണ് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.